എനിക്ക് കേറാൻ ഒത്തു കേട്ടോ. ഞാൻ കണ്ടു. ആ. 25-ാമത്തെ ശ്ലോകം. അവ്യക്തോമ അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യത്തെ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ഈ ആത്മാവ് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനല്ലാത്തതിനാൽ അവ്യക്തനെന്നും മനോബുദ്ധികൾക്ക് വിഷയമല്ലാത്തതിനാൽ അചിന്ത്യനെന്നും ജഡവസ്തുവല്ലാത്തതിനാൽ അവികാരിയെന്നും പറയപ്പെടുന്നു. അതിനാൽ ആത്മാവിനെ ഇപ്രകാരം അറിഞ്ഞ് ദുഃഖിക്കാൻ പാടില്ലാത്തതാകുന്നു. അപ്പോൾ ഈ പരമാത്മ ചൈതന്യത്തെ കുറിച്ച് ഇങ്ങനെ ഉള്ള അതിൻ്റെ വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അതിന് അത് മാറ്റമില്ലാത്ത ഒരു വസ്തുവാണ്. അത് സർവ്വവ്യാപിയാണ്. ഒരു കാലത്തും സനാതനമാണ്, എപ്പോഴും ഉള്ളതാണ്. ഇതൊക്കെ ഈ ഗുണങ്ങൾ ഓരോന്നും അതിനടുത്ത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുക. വ്യക്തമാക്കിക്കൊണ്ടിരിച്ചാൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു വിശേഷണം പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയും. ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയുന്നവന്, ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം വെച്ചാൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപം, പരമാത്മ ചെയ്യുന്ന എൻ്റെ അംശമാണ് ഞാൻ. അത് ആത്മാവെന്ന് വെച്ചാൽ എൻ്റെ യഥാർത്ഥ സ്വരൂപം ഞാൻ ആത്മാവാണ്. ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയുന്നവന് ദുഃഖിക്കാൻ അവകാശമില്ല. ആരും ആരെയും കൊല്ലുന്നില്ല എന്നും ആരാലും കൊല്ലപ്പെടുന്നുമില്ല എന്നും ആത്മജ്ഞാനിക്കറിയാം. അവ്യക്തൻ, അചിന്ത്യൻ, അവികാര്യൻ എന്നിങ്ങനെ ആത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഈ വിശേഷങ്ങളുടെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് അല്പമൊന്ന് വിചാരം ചെയ്യാം. അവ്യക്ത പഞ്ചമഹാഭൂതങ്ങളുടെ കാര്യമെടുക്കാം. സ്ഥൂലഭൂതങ്ങളെ ഇന്ദ്രിയങ്ങൾക്ക് എളുപ്പം ഗ്രഹിക്കാൻ കഴിയും. സൂക്ഷ്മഭൂതങ്ങളെ എളുപ്പം ഗ്രഹിക്കാനാവില്ല. ഏറ്റവും സ്ഥൂലമായ ഭൂമിയെ 5 ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും അറിയാൻ കഴിയുന്നു. എന്നാൽ ഏറ്റവും സൂക്ഷ്മമായ ആകാശത്തെ നേരിട്ട് ദർശിക്കാൻ ഇന്ദ്രിയങ്ങൾ സമർത്ഥങ്ങളല്ല. എങ്കിലും പഞ്ചഭൂതങ്ങളിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മമായ ആകാശത്തിനും കാരണമായ ആത്മാവ് അത്യന്തം സൂക്ഷ്മമാകിയാൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായി തീരുന്നില്ല എന്ന് പറയുന്നു. വ്യക്തമല്ലാത്തത് കൊണ്ട്, ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട്, ഗോചരമല്ലാത്തത് കൊണ്ട് ആത്മാവിനെ അവ്യക്തനെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഓരോ വിശേഷണം പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിത് ഇതേ ഉള്ളൂ. അതിൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ദർശിക്കാൻ കഴിയുന്ന വസ്തുവെ വ്യക്തമെന്നും ഒരു ഇന്ദ്രിയത്തിനും ദർശിക്കാൻ കഴിയാത്തതിനെ അവ്യക്തമെന്നും പറയുന്നു. ബീജവും വൃക്ഷവും നോക്കുക. ബീജത്തിൽ നിന്ന് മുളച്ചു വളർന്ന് പന്തലിച്ചതാണ് വൃക്ഷമെങ്കിലും സ്ഥൂലമായ വൃക്ഷത്തെ സൂക്ഷ്മമായ ബീജത്തിൽ കാണാനൊക്കില്ല. മാവ് അതിന്റെ വിത്തിൽ അവ്യക്താവസ്ഥയിൽ നിലകൊള്ളുന്നു. ഒരു മാങ്ങാണ്ടി കുഴിച്ചിട്ടാണ് മാവ് ഉണ്ടാവുന്നത്. ആ മാങ്ങാണ്ടി കുഴിച്ചിട്ട് മാവായി അതൊരു വലിയ മരമായി തീരുന്നു. ഈ വലിയൊരു മരമായി തീരുന്നതിന്റെ സാധ്യത, അതിൻ്റെ ആ രൂപം ആ മാങ്ങാണ്ടിയിൽ ഇങ്ങനെ അവ്യക്ത രൂപത്തിൽ ഇരിപ്പുണ്ട്. അവ്യക്തമാണത്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാലും അത് വ്യക്തമാകുന്നു. ഇതുപോലാണ് അപ്പം നമ്മൾ കാണാനൊക്കാത്ത ആ ഒരു അവ്യക്തമായിട്ടിരിക്കുന്നു. കുറെ കഴിഞ്ഞ് ഇത് കാണാറാവുന്നു. അത് പിന്നെ നശിച്ച് പിന്നെ അവ്യക്തയിലോട്ട് അത് ഓരോ ഇതിലോട്ട് വരും. അതിങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് ദർശിക്കാൻ കഴിയുന്ന വസ്തുവെ വ്യക്തമെന്നും ഒരു ഇന്ദ്രിയത്തിനും ദർശിക്കാൻ കഴിയാത്തതിനെ അവ്യക്തമെന്നും പറയുന്നു. ബീജവും വൃക്ഷവും നോക്കുക. ബീജത്തിൽ നിന്ന് മുളച്ചു വളർന്ന് പന്തലിച്ചതാണ് വൃക്ഷമെങ്കിലും സ്ഥൂലമായ വൃക്ഷത്തെ സൂക്ഷ്മമായ ബീജത്തിൽ കാണാനൊക്കില്ല. മാവ് അതിന്റെ വിത്തിൽ അവ്യക്താവസ്ഥയിൽ നിലകൊള്ളുന്നു. പരമ്പൊരുൾ അവ്യക്തമാണെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് ദർശിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ. ഇന്ദ്രിയബാഹ്യങ്ങളായ ദൃശ്യവസ്തുക്കളെ ഇന്ദ്രിയങ്ങൾക്ക് ദർശിക്കാം. ആത്മാവാകട്ടെ ദൃശ്യവസ്തുവല്ല, ഇന്ദ്രിയങ്ങളിൽ ചൈതന്യമായി വർത്തിക്കുന്ന ദ്രഷ്ടാവാണ്. ആത്മചൈതന്യത്തെ ആശ്രയിച്ചാണ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ അറിയുന്നത് തന്നെ. ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് ദൃശ്യങ്ങളെ ദർശിക്കുന്ന ദ്രഷ്ടാവിനെ ദൃശ്യവസ്തുവായി ദർശിക്കാൻ ഇന്ദ്രിയങ്ങൾ സമത്വങ്ങളാവുന്നത് എങ്ങനെ? ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ, ടോർച്ച് ലൈറ്റ്. ആ ടോർച്ച് ലൈറ്റിന്, ആ ലൈറ്റിന് എങ്ങനെ അതിന്റെ സോഴ്സിനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബുദ്ധി മനസ്സും ബുദ്ധിയും കൊണ്ടൊക്കെ ഈ പരമാത്മ ചൈതന്യത്തിനെ അറിയാൻ പറ്റത്തില്ല. കാരണം എന്താ? ഈ ബുദ്ധിയെയും മനസ്സിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ചേതനയാ, ഒരു ഒരു പവറാണ് അത്, പരമാത്മ ചൈതന്യം. അപ്പം അതിനെ അറിയാൻ പറ്റത്തില്ല. നമ്മൾ ഒരു ടോർച്ചിൽ അടിച്ച് കാണുമ്പോൾ വെളിയിലുള്ള സംഗതികളെല്ലാം കാണാം. എനിക്ക് ഈ ബുദ്ധിയും മനസ്സുകൊണ്ട് എന്ത് വെളിയിലുള്ളതിനെ അറിയാം, ഉള്ളിലുള്ളതിനെ കാണാൻ പറ്റത്തില്ല. ഈ വെളിയിലുള്ള ഒരു വസ്തുവിനെ കാണുന്ന പോലെ എനിക്ക് ഈ പരമാത്മ ചൈതന്യത്തിനെ അറിയാൻ പറ്റത്തില്ല.
അതാണ് അതുകൊണ്ട് ഇപ്പൊ. ഓ ദൃഷ്ടാവ് ദൃശ്യം അങ്ങനെ അല്ലേ, അതാ നമ്മൾ ഈ ഒബ്ജക്റ്റ് ആ സബ്ജക്റ്റ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ സബ്ജക്റ്റ് ദ്രഷ്ടാവും ദൃശ്യവും എന്ന് വെച്ചാൽ എന്തുവാ? ഇപ്പൊ ഞാൻ കാണുന്നു, ഞാനിങ്ങനെ നമ്മളെ മറ്റേ എന്നിൽ ഒഴിച്ച് ബാക്കിയുള്ള എനിക്ക് എന്നെ കാണാൻ പറ്റുമോ കണ്ണാടിയിലല്ലാതെ? ഇപ്പൊ ഞാനൊരു ഞാൻ നോക്കി കാണും, ഞാൻ എന്നെ പറയുന്നത് ദൃഷ്ടാവെന്ന, ഞാൻ കാണുന്നതെല്ലാം ദൃശ്യമാണ്. ആ ഞാൻ ഒരാളെ കാണുന്നത് പോലെ ഞാൻ ഒരു വ്യക്തിയെ കാണുന്നു, അതുപോലെ എനിക്ക് എന്നെ കാണാൻ പറ്റുമോ? അതാണ് ഇപ്പം. അതുപോലെ ഒരു എക്സാമ്പിൾ പറയാണ്. ഇതുപോലാണ് എന്നെ നിലനിർത്തുന്ന ഈ ശക്തിയെ എനിക്ക് അറിയാൻ പറ്റത്തില്ല. എനിക്കത് ബുദ്ധിയിൽ അറിയാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതാ ദൃഷ്ടാവും ദൃശ്യവും. ഇപ്പൊ ഇതിന് വേറൊരു എക്സാമ്പിൾ പറയത്തില്ല, ഇതിനകത്ത് പറയുന്നുണ്ട് ദൂരദർശിനി കൂടെ മൈക്രോസ്കോപ്പി കൂടെ വെളിയോട്ട് നമുക്ക് കാണാം. ആ മൈക്രോസ്കോപ്പി കൂടെ എന്നെ കാണാൻ പറ്റൂ? വെളിയിലുള്ളതിനെയൊക്കെ കാണാം. എന്നിൽ നിന്ന് അന്യമായതിനെല്ലാം കാണാം, പക്ഷെ എന്നെ കാണാൻ പറ്റത്തില്ല. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ രൂപത്തിനെ കാണുന്നുണ്ടെങ്കിൽ അല്ല കണ്ണാടിയിലേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ എന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ചൈതന്യമാണ്. ആ ചൈതന്യം എൻ്റെ ബുദ്ധി കൊണ്ട് അറിയാൻ പറ്റും. ഈ ബുദ്ധി പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ്. ടോർച്ചിലിന്റെ ലൈറ്റ് വരുന്നത് ആ ബാറ്ററിയുടെ പവർ കൊണ്ടാണ്. ആ ലൈറ്റിന് വന്ന് ഈ ബാറ്ററി കാണാൻ പറ്റൂ? ആ ലൈറ്റ് പോലാണ് നമ്മൾ. ഞാനിവിടെ ഈ ലൈറ്റ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നു, ലൈറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നു, പക്ഷെ ആ ലൈറ്റിന്റെ സോഴ്സിനെ അതിന് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ സോഴ്സിനെ എനിക്കും കാണാൻ പറ്റത്തില്ല. അതുപോലെ അചിന്ത്യം, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആത്മാവിനെ അറിയാൻ പറ്റില്ല എന്ന് മുൻവിശേഷണം സൂചിപ്പിച്ചു. എന്നാൽ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിയാൻ കഴിയുമോ എന്നാണെങ്കിൽ അതും വയ്യ എന്ന് ഈ വിശേഷണം വ്യക്തമാകുന്നു. ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ? ആലോചിച്ച് പരമാത്മനെ ആലോചിച്ചെടുക്കാൻ പറ്റുമോ? ഒക്കത്തില്ല. അതും വയ്യ എന്ന് ഈ വിശേഷണം വ്യക്തമാകുന്നു. മനസ്സും ബുദ്ധിയും ജഡവസ്തുക്കളാണ്. മനസ്സിന് സങ്കല്പിക്കാനും ബുദ്ധിക്ക് ബോധിക്കാനും കഴിവ് നൽകുന്ന ചൈതന്യമാണ് ആത്മാവ്. മനസ്സുകൊണ്ട് നമ്മൾ സങ്കല്പിക്കുക, അതാ സങ്കല്പങ്ങളെല്ലാം മനസ്സിൻ്റെയാണ്. സംശയങ്ങളും സങ്കല്പങ്ങളും എല്ലാം മനസ്സിൻ്റെയാണ്. ബുദ്ധിയോ ഞാൻ വിചാരം ചെയ്ത് അതിനെ ഉൾക്കൊള്ളുക, ബോധിക്കുക, ഗ്രഹിക്കുക. സോ മനസ്സുകൊണ്ട് സങ്കല്പിക്കുവാനും ബുദ്ധിക്ക് ബോധിക്കുവാനും കഴിവ് നൽകുന്ന ചൈതന്യമാണ് ആത്മാവ്. ആ ആത്മാവാണ് ഞാൻ. എൻ്റെ ഈ ജീവാത്മാവിന്റെ രണ്ട് ഇൻസ്ട്രുമെന്റിന് പവർ കൊടുക്കുന്നത് ഈ ഞാനാ. എന്നെ എനിക്ക് കാണാൻ പറ്റത്തില്ല, നിങ്ങൾക്കും കാണാൻ പറ്റില്ല. നമ്മുടെ എല്ലാ ഇൻസ്ട്രുമെന്റിനെ മാത്രമേ കാണാൻ പറ്റൂ. ഇത് അവ്യക്തമാണ്. ആത്മചൈതന്യത്താൽ മാത്രം സചേതനങ്ങളായി ഭവിക്കുന്ന മനോബുദ്ധികൾ, അവയുടെ വ്യാപാരങ്ങൾ, അവയുടെ ധർമ്മങ്ങൾ എന്തുവാ? മനസ്സിന്റെ ബുദ്ധിയുടെയും സങ്കല്പിക്കുകയും വിചാരം ചെയ്യും. മനസ്സ് സങ്കല്പിക്കുന്നു വികാരങ്ങളിൽ കൂടെ. വിചാരം ചില ഒരു കർമ്മ ബുദ്ധി, അതാ മനോബുദ്ധികൾ അവയുടെ വ്യാപാരങ്ങൾ, സങ്കല്പ വിചാരങ്ങൾ നടത്തുവാൻ സമർത്ഥങ്ങളായി തീരുന്നതല്ലാതെ സ്വചേതനയായ ആത്മാവിനെ മനോബുദ്ധികളിൽ ദ്രഷ്ടാവായി വർത്തിക്കുന്ന ആത്മചൈതന്യത്തെ അറിയാൻ സമർത്ഥങ്ങളല്ലെന്ന് സ്പഷ്ടം. ദൂരദർശിനിയുടെ ബാഹ്യവസ്തുക്കൾ നിരീക്ഷിക്കാം, എന്നാൽ നിരീക്ഷകനെ നിരീക്ഷിക്കാൻ ദൂരദർശിനിക്ക് കഴിയുമോ? ദ്രഷ്ടാവ് ദൃശ്യമായി ഭവിക്കില്ല എന്ന് ചുരുക്കം. മനോബുദ്ധികൾക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ആത്മാവിനെ അചിന്ത്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ചിന്തിച്ചാണ് മനസ്സും ബുദ്ധിയുടെയും പ്രവർത്തനം ചിന്തയാണ്. അത് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും? ഒക്കത്തില്ല. ചിന്തിക്കാൻ പറ്റാത്തതാണ്. ചിന്തിച്ച് എടുക്കാൻ പറ്റാത്ത അചിന്യം. നമുക്ക് ചിന്തിച്ച് അങ്ങനെയുള്ള ഒക്കത്തില്ല. അതുകൊണ്ടാണ് അതിനെ അചിന്യം എന്ന് വിളിക്കും. അതുപോലെയാണ് അവികാര്യ വികാരങ്ങൾ, പരിണാമങ്ങളില്ലാത്തത്. എല്ലാമായി എങ്ങും നിറഞ്ഞു വിളങ്ങുന്ന പരമാത്മാവിന് അവയവങ്ങൾ, അംഗങ്ങളില്ല. അത് നിർഗുണ പരമ്പരമാണ്. അതാ പറയും പരമാത്മാവിന് നിർഗുണം, അതിന് ഗുണമില്ല. അതിന് വികാരം കൊള്ളാനൊക്കത്തില്ല. ഈ വാസന കാരണമായി വികാരം വരുന്നത്. അത് പരമാത്മാവിന് ജഡവസ്തുവല്ല. അവയവങ്ങൾ ഉണ്ടായാൽ രൂപവും കാണും. രൂപങ്ങളുള്ളവയൊക്കെയും പരിച്ഛിന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽപ്പെടും. പരിച്ഛിന്ന വസ്തുക്കളൊക്കെ കാലത്തിന്റെ പിടിയിൽ പെടുന്നവയാകിയാൽ വികാരങ്ങളും പരിണാമങ്ങളും ഉള്ളവയായിരിക്കും. അപരിമേയനായ പരമ്പരനെ ഈ നശ്വര ധർമ്മങ്ങളൊന്നും ബാധകമല്ല. നമ്മുടെ ഈ അതിനൊന്നും ഗുണമില്ല. അതുകൊണ്ടാണ് നിർഗുണം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഓരോ ജീവാത്മാക്കളും ഗുണമുണ്ട്. എന്തുവാ? നല്ലതും ചീത്തയും ഓരോ ഗുണങ്ങളുണ്ട്. ഗുണത്തിൽ അധിഷ്ഠിതമായ ഇതെല്ലാം വാസനകൾ, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. ഹേ അർജുന, ഇപ്രകാരം ആത്മാവിൻ്റെ അവിനാശി തത്വത്തെ അറിഞ്ഞ്, അതിന് നാശമില്ലെന്നുള്ള ഒരു തത്വത്തെ അറിഞ്ഞ് ശോകമോഹങ്ങൾ വെടിയൂ. എന്തിന്റെ ശോകമോഹമാ?
ഈ ഭീഷ്മരെയും ദ്രോണരെയും എല്ലാം കൊല്ലുമെന്ന് പേടിച്ചിട്ടില്ലേ? അപ്പൊ അവരെല്ലാം ആത്മാക്കൾ, നീയും ആത്മാവാണ്, അവരും ആത്മാവാണ്. ഇവിടെ ആർക്കും ജനനവും ഇല്ല മരണവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഇത് കണ്ട ഇപ്പൊ ഇതാണ് ഈ ഈ ഈ അർജുനനും ഭീഷ്മരും ദ്രോണരും എല്ലാം ആത്മാവിന് നാശമില്ല. അപ്പോൾ അതിനെ ഉൾക്കൊണ്ടാൽ ഇവിടെ ശോകം, നമുക്ക് എന്ത് ദുഃഖിക്കാൻ എന്തോ അവകാശം? ദുഃഖത്തിന്റെ അതിന് ബേസ് ഇല്ല. ശോകങ്ങൾക്ക് ഇവിടെ നീ കൊല്ലുന്നവനും അവർ മരിക്കുന്നുവെന്നും നീ കൊല്ലുന്നവനെന്നും അവർ മരിക്കുന്നുവെന്നും കരുതുന്നത് യാഥാർത്ഥ്യമറിയായകയാലാണ്. ആത്മാവ് കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല. പിന്നെ ഈ ശോകത്തിന് എന്ത് അവകാശം? ഇനി ഭൗതികവാദികൾ കരുതുന്നത് പോലെ ആത്മാവിന് നാശം ഉണ്ടെന്ന് തന്നെ കരുതിയാണെങ്കിൽ ദുഃഖത്തിന് അവകാശമില്ലെന്നും ഈ ഭൗതികവാദികൾ പറഞ്ഞത് നമ്മൾ കാണുന്നതിനെ നമ്മുടെ അനുഭവത്തിൽ കൂടെ അത് ശരിയാണല്ലോ. ഇതാണ് ഭൗതികം. എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടതല്ലേ. ഈ അനുഭവങ്ങളിലെ ബേസ് ചെയ്ത് ഇരിക്കുന്നവരെയാണ് ഭൗതികവാദികൾ എന്ന് പറയുന്നത്. അവരുടെ അവകാശം, അവരുടെ ഇനി അടുത്ത ശ്ലോകത്തിൽ കൂടെ അവരുടെ വ്യൂ ഇല്ല, അവരുടെ ആ വ്യൂ പോയിന്റിൽ കൃഷ്ണൻ പറയുകയാണ്. അത ചൈന്യം നിത്യജാതം നിത്യം വാമന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈനം ശോചിതുമർഹസി. അല്ലെങ്കിൽ ആത്മാവിനെ എന്നും ജനിക്കുന്നവനെന്നും എന്നും മരിക്കുന്നവനെന്നും ആണ് നീ കരുതുന്നത്. എന്നാൽ പോലും ഹേ വീര, നീ ഇങ്ങനെ ദുഃഖിക്കാൻ പാടില്ലല്ലോ. ഈ ശ്ലോകത്തിലും അടുത്തതിലും ഭൗതികവാദികളുടെ കാഴ്ചപ്പാടിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ വിലയിരുത്താൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നു. പ്രത്യക്ഷത്തെ മാത്രം പ്രമാണമാക്കുന്നവർ, കാണുന്നത് മാത്രം വിശ്വസിക്കുന്നവർ ആണല്ലോ ഭൗതികവാദികൾ. ആ നിലയ്ക്ക് ജനന മരണങ്ങളുടെ ഒരു പ്രവാഹമല്ലേ ജീവിതം? ഉണ്ടാവുക, നശിക്കുക, ജനിക്കുക, മരിക്കുക, ഇതാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ജനന മരണ സ്വരൂപമാണ്, നിത്യപരിണാമിയാണ്. എല്ലാവരും ജനന മരണങ്ങൾക്ക് വിധേയരാണെന്നത് പ്രകൃതി നിയമമല്ലേ? ഇത് അംഗീകരിക്കുകയാണെങ്കിലും ഇങ്ങനെ ദുഃഖിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കുന്നതാ. ജനിച്ചാൽ മരിക്കും. ഇത് ഇവിടെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കും. അപ്പം അവർ ജനിച്ചു അവർ മരിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും കാരണങ്ങളാ മരിക്കും. അപ്പോൾ ഇത് ധർമാധർമ്മ യുദ്ധമായത്. അപ്പം ധർമ്മത്തിന്റെ പാതയിൽ നിൽക്കുന്നവരും അധർമ്മത്തിന്റെ പാതയിൽ നിൽക്കുന്നവർക്കും എല്ലാവർക്കും ഇവിടെ ശരീരങ്ങൾക്ക് നാശമുണ്ട്. പക്ഷെ ശരീരം നശിക്കുന്നുണ്ട്, ആത്മാവ് നശിക്കുന്നില്ല. അപ്പോൾ ഈ ശരീരങ്ങളെല്ലാം പരിണാമത്തിന് വിധേയമാണ്, നിത്യപരിണാമിയാണ്. അതൊക്കെയാണ് പരിണാമിച്ചല്ല, മാറ്റങ്ങൾ ഉണ്ടാവുന്ന പരിണാമം, എവല്യൂഷൻസ് ആണ് ഇതിനെല്ലാം ഉണ്ട്. പക്ഷെ ആത്മാവിന് അതില്ല. പക്ഷെ നമ്മൾ ഭൗതികവാദികളുടെ നിലവാരത്തിൽ നോക്കുമ്പോൾ ഈ ആത്മാവ് ഇപ്പം ഞാൻ എന്നുള്ളത് ആത്മാവാണ്, ഈ ശരീരമാണെന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരോട് പറയുമോ ശരീരം ജനിക്കുന്നു പിന്നെ മരിക്കുന്നു, അതൊരു ലോക യാഥാർത്ഥ്യമല്ലോ എന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം നിനക്കെന്തോ ദുഃഖിക്കാൻ അവകാശമെന്ന് അർജുനോട് ചോദിക്കുന്നു. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് പരിഹാരേർത്ഥ നത്വം ശോചിതുമർഹസി. എന്തെന്നാൽ ജനിച്ചവന് മരണം തീർച്ചയാണ്, മരിച്ചവന് ജന്മവും തീർച്ചയാണ്. അതിനാൽ പരിഹാരമില്ലാത്ത ഇക്കാര്യത്തിൽ നീ സങ്കടപ്പെടരുത്. അതായത് നമ്മൾ ഇതെല്ലാം ഇപ്പം നമുക്ക് തന്നെ അറിയാം. ഈ പല രീതിയിൽ അർജുനന്റെ വിഷാദത്തെ വിശകലനം ചെയ്യുക. ആദ്യമൊക്കെ തത്വനിരൂപണം ചെയ്തു. ഇപ്പൊ സാധാരണക്കാരുടെ നിലയിലായാൽ പോലും ഇതൊക്കെ നടക്കുന്നതല്ലേ. പിന്നെന്തിനോ നീ ഇത്ര കടന്ന് ദുഃഖിക്കാൻ? അപ്പം ഇതൊരു ആൾറെഡി എല്ലാം ഇതിന്റെ പുറകിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പൊ നീ ദുഃഖിക്കുന്ന ഈ തളർച്ചയ്ക്ക് ഒരു കാരണവുമില്ല. ഏത് രീതിയിൽ നോക്കിയാലും നീ ദുഃഖിക്കുന്നതിന് ഒരു കാര്യമില്ല. അങ്ങനെ സമർത്ഥിക്കുക ഈ കൃഷ്ണൻ പല രീതിയിൽ. ഇപ്പൊ നേരത്തെ നമ്മൾ ഈ തുടക്കത്തിലേ പറഞ്ഞു, നമ്മളൊരു കാര്യത്തിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ 4 രീതിയിൽ ചിന്തിക്കണം. ശരീരത്തിന്റെ രീതിയിൽ, മനസ്സിന്റെ രീതിയിൽ, ബുദ്ധിയുടെ തലത്തില്, ആത്മീയതയുടെ തലത്തിൽ. എന്നുവെച്ചാൽ എന്നെ നിലത്തുന്ന ഒരു ചൈതന്യമുണ്ട്, ആ തലത്തിൽ. അതാണ് ഈ തത്വവിചാരം. ആ തത്വത്തിൽ ഞാനൊരു തത്വമാണ്. ആത്മാവെന്ന് പറയുമ്പോൾ എനിക്ക് കാണിച്ചാൽ അതൊരു പ്രിൻസിപ്പിളാണ്, അതൊരു എനർജി എൻറ്റൈറ്റിയാണ്. നമുക്ക് ഈ ശരീരവും മനസ്സും ഉണ്ടെന്ന് ഞാനെന്നൊരു ഭാവത്തിൽ കൂടെ നമ്മളെല്ലാം ഇതാണെന്നതിൻ്റെ ഒരു തോന്നൽ വരുമോ? ഭ്രമമായി. ആക്ച്വലി നമ്മളെല്ലാം ഈ പരമാത്മ ഇതിനെ കാണാൻ തുകി നമ്മൾ പരസ്പരം കാണുന്നില്ല. നമ്മുടെ ഈ ശരീരത്തിന് മാത്രമേ കാണുന്നു. പക്ഷെ നമുക്കൊരു അനുഭവം നമ്മളെല്ലാം പരസ്പരം കാണുന്നുണ്ട്. എനിക്കറിയാം, ഇന്നാരെ എനിക്കറിയാം. പക്ഷെ അവരുടെ നമ്മൾ ഒരാൾ മരിച്ചു പോകുമ്പോൾ ഒരാൾ മരിച്ചു പോയി എന്ന് പറയുമ്പോൾ ശരീരം കണ്ടിട്ടുണ്ട്. ആ പോയ ആളെ ഞാൻ എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ല. ആ ജീവാത്മാവിനെ കാണാൻ പറ്റുന്നതല്ല. ശരീരത്തിനെ കണ്ടു,
അതൊരു സത്യമാണ്. പക്ഷേ എനിക്ക് ആ വ്യക്തിയെ നമ്മളിപ്പോൾ നമ്മളെല്ലാം ഉറച്ച വിശ്വാസം നമ്മളെല്ലാം പരസ്പരം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ഭ്രമമാണെന്ന് നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ ഒരു സത്യമാണ്. പക്ഷെ നമ്മൾ കാണുന്നില്ലയോ, അതും അനുഭവമാണ്. ഈ അനുഭവം മാറ്റമുള്ളതാണ്, അത് അങ്ങനെ നിൽക്കുന്നതല്ല. ഇപ്പം ഞാനെന്ന് പറയുന്നത് ഈ ശരീരവും മനസ്സുമല്ല. ഈ മനസ്സും ശരീരവും അത് ഇത് രണ്ടും ആണെങ്കിൽ ഈ ശരീരം ഇവിടെ കിടപ്പുണ്ട്. അപ്പം ജീവാത്മാവ് പോയിട്ടില്ല, പക്ഷെ ജീവാത്മാവ് പോയി. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നെ ജഡമായി കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കത്തില്ല. ഒരു അനുഭവം ആ ജഡത്തിനില്ല. ഞാൻ ചൈതന്യവത്തായിരിക്കുമ്പോഴോ എനിക്ക് അനുഭവങ്ങളുണ്ട്. എനിക്ക് സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും ഉണ്ട്. അപ്പം ഞാൻ ജഡമല്ല, അപ്പം ചൈതന്യവത്തായി. എന്തുകൊണ്ടാണ് എനിക്ക് അനുഭവം? ഞാൻ ഈ ജഡവസ്തുക്കളല്ല, ഞാനൊരു എനർജി സോഴ്സാണ്. ഞാനൊരു എനർജി സോഴ്സിന്റെ ഒരു പാർട്ടാണ്. ഈ ശരീരത്തിനോട് ചേർന്നിരിക്കുന്നു എന്നുവെച്ചാൽ ഈ വാസനയോട് ചേർന്നിരിക്കുന്നു എന്നുള്ള ഈ മനുഷ്യ എവല്യൂഷന്റെ ഹയസ്റ്റ് സ്റ്റേജ് വന്നിരിക്കുക. അപ്പോൾ എനിക്ക് ഈ മൈൻഡിനെ, ഈ എൻ്റെ മനസ്സിൽ ചേർന്നിരിക്കുന്ന ഈ ഭ്രമാവസ്ഥയെ മാറ്റിയാൽ ഞാൻ ഈശ്വരനാണ്. നമ്മളെല്ലാവരും ഈശ്വരന്മാരാ. നമ്മളെല്ലാവരും ഭ്രമത്തിലിരിക്കുന്നു. ആ ഭ്രമത്തിൽ നിന്ന് മാറി ഈ സത്യത്തിൽ മനസ്സുറച്ചാൽ അതാണ് സമബുദ്ധി. സത്യത്തിൽ ഉറയ്ക്കാത്തിടത്തോളം കാലം നമുക്ക് ദുഃഖമുണ്ട്, സുഖമുണ്ട്. നമ്മളിതിനെ ബാലൻസ് ചെയ്ത് ഈ സത്യങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഈ സുഖവും ദുഃഖത്തിലും ഞാൻ അടിമയായിട്ട് പോകത്തില്ല. ഞാൻ ബാലൻസ്ഡ് ആയിട്ടിരിക്കും. ആ അവസ്ഥ ഈ സത്യങ്ങളെ തിരിച്ചറിയുമ്പോൾ മാത്രം ഉണ്ടാവുന്നതാണ്. അല്ലാത്തടത്തോളം കാലം ഞാൻ ഇതൊക്കെ കാണുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട്, ഈ അനുഭവങ്ങളൊക്കെയാണ് സത്യം എന്നുള്ള രീതിയിൽ വിചാരിച്ചുകൊണ്ട്, ഇല്ല സ്വപ്നത്തിൽ കാണുന്നതെല്ലാം ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് യാഥാർത്ഥ്യമാണ്. ഞാൻ അനുഭവിക്കുക, വിഷമിക്കുകയാണ്, സന്തോഷിക്കുകയാണ് സ്വപ്നത്തിൽ. ഉണർന്നു കഴിയുമ്പോഴോ അതൊന്നും സത്യമല്ലായിരുന്നു എന്നുള്ളത് പോലെ. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഭ്രമാവസ്ഥയിൽ ജാഗ്രതയിലുള്ള ഈ വിചാരങ്ങളിൽ നിന്നും, ഈ നമ്മുടെ സങ്കല്പങ്ങളിൽ നിന്നും നമ്മൾ ഈ മനസ്സിനെ ശുദ്ധീകരിച്ചാൽ, അത് നമുക്കൊരു ബാലൻസ്ഡ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോയാൽ അപ്പം മനസ്സിലാവും ഈ കുട്ടികളൊക്കെ വഴക്ക് കൂടുന്ന പോലും ദുരിതം അനുഭവം കുട്ടികളുടെയൊക്കെ വിഷമം പോലാണ് ഈ വലിയവരുടെ നമ്മൾ ഇതുവരെ വിഷമിച്ചുകൊണ്ടിരുന്നതൊക്കെ. അതിന് ഒരു ലെവലിലോട്ട് മനസ്സ് വന്നു കഴിഞ്ഞാൽ അതാ തുരിയാവസ്ഥ. മനസ്സ് ഈ അവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലോട്ട്, സ്വപ്നാവസ്ഥയിൽ നിന്ന് ജാഗ്രതയിലോട്ട് വന്നതുപോലെ ജാഗ്രതയിൽ നിന്ന് ഞാൻ ഈ മൈൻഡിന്റെ സ്റ്റേറ്റ് എവലേവേറ്റ് ആയ തുരിയാവസ്ഥ വരും. എനിക്ക് ചിത്തശുദ്ധി വന്ന് ഞാൻ ഇതെല്ലാം ഇതൊന്നും ദുരിതമല്ല, ദുഃഖമല്ല, സുഖമല്ല, ഈ ഒരു സ്റ്റേറ്റിലോട്ട് കണ്ടന്റ് എന്ന് പറയും. നമ്മൾ ഒന്നിനും നമ്മൾ അഫക്റ്റ് ആകാതെ സെൽഫ് കണ്ടന്റ് ആയിട്ടിരിക്കുന്നു പറയുന്നത്. ചില വ്യക്തികൾ ജന്മ വരുന്നുണ്ട്, ആ ജന്മത്തിന്റെ പരിണാമം കൊണ്ടാണ് ആ വ്യക്തികൾക്ക് അങ്ങനെ വരുന്നത്. അപ്പം ഇത് നമുക്ക് പരിശീലിച്ചുണ്ടാക്കാൻ പറ്റുന്നതാ. പരിശീലനത്തിൽ കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഈ മോക്ഷാവസ്ഥ. അതും ഈ ശരീരം വിടുന്നതിന് മുമ്പ്, ഈ ശരീരം നമ്മൾ വിട്ട് ഈ ശരീരം പോകുന്നതിന് മുമ്പ് കിട്ടേണ്ട ഒരു അവസ്ഥയാണ് ഈ മോക്ഷാവസ്ഥ. മോക്ഷാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പരമാത്മ ചൈതന്യമായിട്ട് അലൈനാകുക, ആ ഒരു എനർജി സോഴ്സുമായിട്ട്. അപ്പോൾ ഞാൻ ഈ ഭ്രമാവസ്ഥയിൽ നിന്ന് മാറി, ഈ മനസ്സിന് പിന്നെ ഭ്രമമില്ല, പിന്നെ എനിക്ക് ദുരിതങ്ങളില്ല. ഞാൻ സ്വസ്ഥമായിരിക്കും, അവിടെ നിശ്ചലമായിരിക്കും. ഒന്നിനെയും ഒരു സംഭവങ്ങളും എന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ഞാൻ പെർഫെക്റ്റ്ലി എൻ്റെ മൈൻഡ് ശാന്തമായിരിക്കും, സ്വസ്ഥമായിരിക്കും. ആ അവസ്ഥ നേടേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. മരിക്കുന്നത് വരെ എനിക്ക് ആ ഒരു അവസ്ഥ കൈവരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ കർമ്മഫലം കൊണ്ട് തിരിച്ചും ഞാൻ ശരീരം എടുക്കേണ്ടി വരുന്നു. പിന്നെ എനിക്കത് സാധിക്കത്തുള്ളൂ. അപ്പം അറ്റ്ലീസ്റ്റ് ഈ ജന്മത്തിൽ കിട്ടിയില്ലെങ്കിലും നമ്മൾ ഇത് പരിശീലിക്കുന്നിടത്തോളം പരിശീലിച്ച് ഈ മോക്ഷാവസ്ഥയിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ശരീരം വെടിയേണ്ടി വന്നാലും എൻ്റെ ജന്മം ഉയരും. അടുത്ത ഒരു ജന്മത്തിലോട്ട് പോകുമ്പോൾ വെച്ചാൽ ഒന്നും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, ഇതോടെ കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു അനുകൂല സാഹചര്യത്തിലോ ഒരു അച്ഛനും അമ്മയ്ക്കോ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കും ഞാൻ ജന്മം എടുക്കുന്നതും. അവിടുന്നുള്ള തിരിച്ചുള്ള ഈ മോക്ഷത്തിലോട്ടുള്ള യാത്ര വളരെ സുഗമമായിരിക്കും. അത് ഈ ജന്മത്തിൽ നമ്മുടെ എഫർട്ടുകൾ ഒന്നും വേസ്റ്റ് ആയിട്ട് പോകത്തില്ല. വേറെ നേരത്തെ ഒരു ശ്രോതി വന്നു, അത് ഇനി വരാൻ പോകുന്നതാന്ന് തോന്നുന്നു. നമ്മുടെ ഒരു കർമ്മങ്ങളും, ഈ ആത്മീയമായിട്ടുള്ള ഒരു കർമ്മങ്ങളും അത് ഇൻകംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ട് അത് നശിച്ചു പോകുന്നില്ല. വേറെ ഏത് കർമ്മങ്ങളായാലും ഒന്ന് തുടങ്ങി വെച്ച് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ തിരിച്ചു ആദ്യം തൊട്ട് തന്നെ തുടങ്ങണം. ഈ ആത്മീയതയിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആത്മീയ പാതയിൽ ശാസ്ത്രങ്ങൾ വിധിപ്രകാരം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും എൻ്റെ ശുദ്ധീകരണത്തിനുണ്ട്. മനസ്സിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് പ്രവൃത്തികളും അത് ഒരു ഇൻകംപ്ലീറ്റ് ആയില്ലെന്ന് വെച്ചിട്ട് എനിക്ക് ഇൻകംപ്ലീറ്റ് ആകാതെ ഞാൻ വിട്ടുമെങ്കിൽ എനിക്ക് ആ ജന്മം അവിടുന്ന് തുടങ്ങാം, അല്ലാതെ തിരിച്ചും ഞാൻ ആദ്യം മുതൽ തുടങ്ങണമെന്നില്ല. അതാണ് ഇതിന്റെ ഒരു വിശേഷത. അപ്പൊ നമ്മൾ എത്രത്തോളം ശ്രമമെടുത്ത് ഞാൻ ഇത് പരിശീലിക്കുന്നു അത്രത്തോളം എൻ്റെ ജന്മം ഉയരും.
ഈ ജന്മത്തിന്റെ മോക്ഷം കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ദുരിതം അനുഭവിക്കുന്നത്? ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്നിടത്ത് വന്ന് ജനിച്ചു, ഇതെല്ലാം ഞാൻ അപ്പോൾ ഇങ്ങനെയുള്ള തിരിച്ച് എൻ്റെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ധർമ്മത്തിലായിരിക്കുമ്പോൾ ധർമ്മത്തിൽ കൂടെ എനിക്ക് ശുദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ശുദ്ധീകരിച്ച് ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഉയർന്ന ജന്മത്തിലായിരിക്കും അതൊക്കെ ഈ ശ്ലോകത്തിന്റെ ഗീതയുടെ അവസാനം പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ജന്മം അടുത്തത് ഉയർന്ന ജന്മത്തിലോട്ട് പോകും. അപ്പൊ നമ്മുടെ ഈ പ്രസന്റ് സിറ്റുവേഷൻ നമ്മൾ ഈ ജനിച്ച ജന്മം ആയിരിക്കത്തില്ല. ഞാൻ പ്രയത്നം ചെയ്ത് ഈവൻ ആത്മസാക്ഷാത്കാരം കിട്ടിയില്ലെങ്കിൽ കൂടി അടുത്ത ജന്മം തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ജന്മം ഉണ്ട്. ഈ വാസന നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഈ ശരീരം പോയാലും വേറെ ശരീരത്തിൽ ഞാൻ ജനിച്ചിരിക്കും. അപ്പം നമ്മളെ ഒരു മനുഷ്യന്റെ വിവേകം എന്താ? ഇത് ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞാൽ എൻ്റെ ജന്മത്തിന് നമ്മളെല്ലാവരും ജീവിക്കുന്ന എന്തിനു വേണ്ടിയാ? സുഖത്തിന് വേണ്ടിയാ, സമാധാനത്തിന് വേണ്ടിയാ ജീവിക്കുന്നത്. പക്ഷെ അതിൻ്റെ ശരിയായിട്ടുള്ള പാതയിലിട്ട് വരണമെങ്കിൽ ഈ ശാസ്ത്രങ്ങൾ ഉൾക്കൊണ്ടാലേ പറ്റത്തുള്ളൂ. ഇതൊക്കെ പരമാർത്ഥ സത്യങ്ങളാണ്, അല്ലാതെ ആരും ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തങ്ങളല്ല, അനുഭവമാണിത്. ഇത് നമ്മുടെ അനുഭവമാവും. അതാണ് ഇതിനെ ഈ പരമാത്മ ചൈതന്യത്തിന്റെ ഇത് പറയുകയാണ്. ഇത് ഈ പരമാത്മന്റെ വിശേഷങ്ങളെല്ലാം നമുക്കുള്ളതാ. പക്ഷെ ഇപ്പൊ നമ്മൾ അനന്തമാണെന്ന് നമുക്ക് തോന്നലുണ്ടോ? നമ്മൾ വളരെ ലിമിറ്റഡാ. ഞാൻ വളരെ പരിമിതനാ, എനിക്ക് ഈ കഴിവില്ല. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഈ ശക്തിയുടെ ഒരു പാർട്ടാണ് ഞാൻ. ഇതിന്റെ ഈ തിരിച്ചറിവ് ഉണ്ടാവണം നമുക്ക്. നമുക്കെന്തോ നമ്മുടെ ഈ പ്രശ്നങ്ങളാണ് നമുക്ക് വരുന്നത്. പക്ഷെ അതാ എപ്പോഴും നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് മാറ്റി മനസ്സിനെ ഇതിലോട്ട് മനസ്സിനെ ശ്രദ്ധ തിരിച്ച് ഇത് ശ്രദ്ധയായിട്ട് വേണം ഇതിനെ ഗ്രഹിക്കാൻ. നമ്മൾ അലക്ഷ്യമായിട്ട് കുറെ വായിച്ചു, എനിക്കിതൊന്ന് അതുപോലെ നമ്മുടെ മനസ്സിന്റെ അതാണ് ഈ പ്രയത്നം. ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രയത്നം അല്ല, അതിനെക്കാട്ടിൽ കഷ്ടമാണ്. പക്ഷേ ഈ പ്രയത്നം ഞാൻ വളരെ സിൻസിയറായിട്ട് ചെയ്താൽ, വളരെ ആത്മാർത്ഥമായി ഞാൻ പരിശീലിച്ചാൽ എനിക്ക് തന്നെ അനുഭവപ്പെട്ട് തുടങ്ങും ഈ അവസ്ഥയിലോട്ട് വരുന്നതിൻ്റെ ഓരോ വിശേഷങ്ങൾ. ദറ്റ് ഈസ് നമുക്ക് ഉണ്ടാവുന്ന മനസ്സിന്റെ സ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഒന്നിനും ഡിസ്റ്റർബ് ആകാതിരിക്കും. അതൊക്കെ നമ്മുടെ ഒരു അനുഭവങ്ങളാണ്. ഓരോരുത്തരും ഈ പാതയിലോട്ട് വന്നവരുടെ നിങ്ങൾ ഇന്ററാക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെ ഈ ഷോയിൽ കാണിക്കുന്നവരുടെ അടുത്തല്ല, ശരിക്കും ഇതിലോട്ട് സീരിയസ് ആയിട്ട് വരുന്നവരുടെയൊക്കെ എല്ലാവർക്കും ഇതേ പറയാനുള്ളൂ. ഓരോരുത്തരുടെയും പക്ഷെ ഓരോ രീതിയിലായിരിക്കും. കാരണം അവരൊക്കെ ജനിച്ചതൊക്കെ ഓരോ സംസ്കാരത്തില്ല, ഓരോ വാസനയില്ല. ആ വാസനയിൽ കൂടെ അവർ സ്വസ്ഥതയിലോട്ട് നീങ്ങും. നമ്മുടെ സ്വധർമ്മത്തിൽ കൂടെ നമുക്ക് നീങ്ങാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഈ ശീലങ്ങളൊക്കെ മോശം പറയാം, എല്ലാത്തിനും തള്ളിക്കളയാൻ പറ്റത്തില്ല. എൻ്റെ ഈ ശീലങ്ങളെ, ഈ ഇഷ്ടാനിഷ്ടങ്ങളെ ഞാൻ സമർപ്പണ ബുദ്ധിയിൽ, ഞാനെന്ന ഭാവത്തിലല്ലാതെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ പരമാത്മ ഈ മോക്ഷാവസ്ഥയിലോട്ട് ആത്മസാക്ഷാത്കാരത്തിലോട്ട് എനിക്ക് നീങ്ങാൻ പറ്റുക. ഇപ്പം ഈ ആത്മസാക്ഷാത്കാരത്തിൽ എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ട ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിന്റെ വിശേഷണങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഇതാണ് നമ്മുടെ ഒരു റിയൽ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പരമാത്മ എന്നെ നിലനിർത്തുന്ന ചൈതന്യം തന്നെയാണ് ഞാൻ ഈ വാസനയെ കുടുങ്ങിപ്പോയെന്നുള്ളൊരു ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ആ ഒരു എൻറ്റൈറ്റിയുടെ പാർട്ടാണ് ഞാൻ, അംശമാണ് ഞാൻ. അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ശ്ലോകങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനിച്ചവൻ മരിക്കുന്നു, മരണശേഷം വീണ്ടും ജനിക്കുന്നു. ഇങ്ങനെ ചരാചരങ്ങളുടെ ആവിർഭാവ തിരോഭാവങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ചില ആവിർഭവിക്കുകയും തിരോധാനം ചെയ്യും, മറയപ്പെടുകയും വ്യക്തമാകുകയും അവ്യക്തമാകുകയും ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ജീവിതം എന്ന് കരുതുന്നു ഭൗതികവാദികൾ. എങ്ങു നിന്നോ ഇവയൊക്കെ വെളിയിൽ വരുന്നു, എങ്ങോ പോയി മറയുകയും ചെയ്യുന്നു എന്നാണ് അവരുടെ. ഇപ്പൊ ഈ ഭൗതികവാദികളുടെ ഈ വ്യൂവിൽ കൃഷ്ണൻ കാര്യങ്ങളെ വിലയിരുത്തുകയാണ്. അർജുൻ ഒരു ഭൗതികവാദി എന്നുള്ള രീതിയിലാണല്ലോ ഈ തളർന്നു പോയത്. അപ്പൊ ആ നിലവാരത്തിൽ പറയുക, ഈ ജീവൻ എവിടുന്നോ വരുന്നു, അവ്യക്തയിൽ നിന്ന് വരുന്നു, എവിടെയോ പോയി മറയുന്നു. അപ്പം ഇതാണ് നമ്മൾ കാണുന്നത്. എങ്ങു നിന്നോ ഇവയൊക്കെ വെളിയിൽ വരുന്നു, എങ്ങോ പോയി മറയുകയും ചെയ്യുന്നു എന്നാണ് അവരുടെ ധാരണ. ആധ്യാത്മിക ചിന്തകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് നിശ്ചിതമായ ഒരു ഉദ്ദേശമുണ്ട്. ആർജിച്ചു പോയ വാസനകൾക്ക് അനുസൃതങ്ങളായ അനുഭവങ്ങൾ നേടി ആത്മവികാസം ത്വരിതപ്പെടുത്താനാണ് ഓരോ ജീവനും തനിക്ക് പറ്റിയ സാഹചര്യത്തിൽ ജന്മമെടുക്കുന്നതെന്ന് അവർ കരുതുന്നു. അതാ നമ്മൾ ഈ ആധ്യാത്മികതയിൽ നമ്മൾ ഈ പാരമാർത്ഥ്യ സത്യങ്ങളെ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കും. എന്തോ ജീവിത ലക്ഷ്യം? ആർജിച്ചു പോയി നമ്മൾ സമ്പാദിച്ച് വാസനകൾക്ക് അനുസൃതങ്ങളായ കർമ്മഫലങ്ങൾ അനുഭവങ്ങൾ തേടി
ഈ അനുഭവങ്ങളിൽ കൂടെ എനിക്ക് എന്താ സംഭവിക്കും? ആത്മവികാസം. അല്ല, ഞാൻ ഈ ദുരിതത്തിലോട്ട് പോവുകയാണ് എന്നുള്ളത്, ഈ ഈ അനുഭവങ്ങളെ, അനുകൂല പ്രതികൂല അനുഭവങ്ങളെ ഞാൻ നേരിടുന്നത് എങ്ങനെയായിരിക്കണം? വിവേകത്തിൽ, ധർമ്മത്തിന്റെ മാർഗത്തിലാണെങ്കിൽ ആത്മവികാസം അങ്ങനെ ഞാൻ കർമ്മം ചെയ്ത് ഈ ആത്മവികാസം സ്പീഡപ്പ് ചെയ്യാനാ, ഞാൻ ആത്മാവിലോട്ട് വികസിക്കണം, ആത്മാവിലോട്ട് ലയിക്കണം. എനിക്ക് ആത്മവികാസം ത്വരിതപ്പെടുത്താനാണ് ഓരോ ജീവനും തനിക്ക് പറ്റിയ സാഹചര്യത്തിൽ ജന്മമെടുക്കുന്നതെന്ന് അവർ ആത്മീയവാദികൾ കരുതുന്നു. ജനന മരണങ്ങൾ അനിവാര്യങ്ങൾ തന്നെ എന്നതിൽ ഇരുകൂട്ടറില്ല. ആത്മീയവാദിയായാലും ഭൗതികവാദിയായാലും അവർക്കറിയാം, ഈ ശരീരം ജനിക്കുന്നു, ശരീരം മരിക്കുന്നു. അപ്പം ഭൗതികവാദികൾ എന്തുവാ? ഈ ആത്മാവ് ജനിക്കുന്നു, ആത്മാവ് മരിക്കുന്നു. ഈ ആത്മീയവാദികൾ എന്ത് പറയുന്നു? ഈ ജീവ ഈ ആത്മാവിന്റെ ശരീരം ജനിച്ചു, ആത്മാവിന്റെ ശരീരം മരിക്കുന്നു. അല്ലാതെ ആത്മാവ് ജനിച്ചു, ആത്മാവ് മരിക്കുന്നു വിചാരിക്കുന്നില്ല. ഭൗതികവാദികൾ എന്ന് പറയുന്നത് ഈ ആത്മാവ് ജനിച്ചു, ആത്മാവ് മരിക്കും, എവിടുന്നോ വന്നു എങ്ങോട്ടോ പോകുന്നു. എന്തുവായാലും രണ്ടുപേർക്കും ജനനമുണ്ട്. ഈ ആത്മീയവാദിയുടെ ജനനം എന്തിൻ്റെയാ? ശരീരത്തിന്റെ ജനനമാണ്, ആത്മാവിന്റെ ജനനമല്ല. ഭൗതികവാദി എന്ത് വരിക്കുന്നേ? ആത്മാവ് ജനിക്കുന്നു, ആത്മാവ് മരിക്കുന്നു. ഈ രീതിയിലുള്ള രണ്ട് വ്യത്യാസമുണ്ട് രണ്ടുപേരുടെയും കാഴ്ചപ്പാട്. ജനനവും മരണവും ജീവിതത്തിന്റെ സ്വഭാവം തന്നെ, ആർക്കും അത് ഒഴിവാക്കാൻ പറ്റില്ല. എങ്കിൽ അതിനെക്കുറിച്ച് പരിതപിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. ഉച്ചവെയിലത്ത് നിന്നുകൊണ്ട് ഉഷ്ണം സഹിക്കാനാവാതെ സൂര്യനെ പഴിക്കുന്നത് വിവേകത്തിന്റെ ലക്ഷണമല്ലല്ലോ. അതുപോലെ തന്നെയാണ് ജീവിതരംഗത്ത് വന്നു നിന്ന് അതിന്റെ സ്വഭാവത്തെക്കുറിച്ച് ആവലാതിപ്പെടുന്നത്. നമ്മൾ ഈ കർമ്മഫലം അനുഭവിക്കാൻ വന്നിട്ട് നമ്മളെല്ലാം നമ്മുടെ പ്രാർത്ഥന എന്തുവാ? അരുതാത്തതൊന്നും സംഭവിക്കരുത്. നമ്മൾ അരുതാത്തതും അരുതുന്നതും എല്ലാം അനുഭവിക്കാൻ ജന്മം എടുത്തിട്ട് നമ്മൾ അരുതാത്തതൊന്നും എനിക്ക് സംഭവിക്കരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തൊരു വിവേകവാദ്, എന്തൊരു ബുദ്ധിശൂന്യത, എന്തൊരു മണ്ടത്തരവാദ്. അപ്പം ഇതിനെ ഞാൻ എങ്ങനെ തരണം ചെയ്യണം? അതല്ലാതെ അയ്യോ ഞാൻ ഇതിൽ ഈ ദുരിതത്തിൽപ്പെട്ട് ഞാൻ കയറ്റിപ്പോ എനിക്ക് പിന്നെ ജീവിതത്തിന് സാധ്യതയില്ല. നമ്മൾ ഈ എല്ലാം നമ്മുടെ തെറ്റിദ്ധാരണകളാ, ഭ്രമമാ ഇതല്ല. ഈ തെറ്റിദ്ധാരണ മാറണം. നമ്മളിപ്പോൾ ജീവിക്കുന്നതെല്ലാം ഒരു തെറ്റിദ്ധാരണയില്ല. ഞാൻ ഓരോന്ന് കർമ്മങ്ങൾ ചെയ്ത് കൂട്ടുന്നത് സുഖത്തിന് വേണ്ടി, ഞാൻ കർമ്മങ്ങൾ സമാധാനത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നത് തെറ്റായ ദിശയില്ല. ഇതിനെ നമ്മൾ ശരിയായ ദിശയിൽ ഈ കർമ്മങ്ങൾ ചെയ്താലോ എനിക്ക് സ്വസ്ഥത കൂടി വരും. മരണത്തെക്കുറിച്ച് ദുഃഖിക്കുന്നവൻ സ്വന്തം അജ്ഞത പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീകൃഷ്ണന്റെ ജീവിതം തന്നെ സന്തോഷത്തിന്റെ ശാശ്വത സന്ദേശമാണെന്ന് കാണാം. സന്താപം അവിവേകത്തിന്റെയും സന്തോഷം വിവേകത്തിന്റെയും ലക്ഷണമെന്നത്രേ ശ്രീകൃഷ്ണ സിദ്ധാന്തം. പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുവൻ എന്നാണ് ഗീതാചാര്യൻ മാനവരാശിക്ക് നൽകുന്ന ആഹ്വാനം. പണ്ടത്തെ ഒരു പാട്ടുണ്ട്, ചിരിച്ചാലും മരിക്കും, ജനിച്ചാലും ചിരിച്ചാലും മരിക്കും, കരഞ്ഞാലും മരിക്കും, എന്നാ പിന്നെ ചിരിച്ചുകൂടെ? എന്തോരം നമ്മൾ മരിക്കും. അപ്പൊ എന്തിനാ കരഞ്ഞുകൊണ്ട് മരിക്കേണ്ട കാര്യം എന്തുവാ? നമുക്ക് അറ്റ്ലീസ്റ്റ് ചിരിച്ചുകൂടെ? ചിരിക്കുന്നതിലും നമുക്ക് നല്ലത്. നമുക്ക് കരയാനാണ് നമുക്ക് ഇഷ്ടം. നമുക്കപ്പോൾ ചിരിക്കാം. അപ്പം ഏത് അവസ്ഥയിലും ചിരിക്കാൻ ശീലിക്കണം. എങ്ങനെ നമുക്ക് ചിരിക്കാൻ സാധിക്കും? നമ്മൾ ഈ സത്യങ്ങളെ മനസ്സിലാക്കിയാൽ. കൃഷ്ണന്റെ ജീവിതം നമ്മളെ കാണിച്ച് കൃഷ്ണൻ ഏതിൽ കൂടെയൊക്കെ എല്ലാം കടന്നുപോയി. ജനനം തൊട്ട് തന്നെ ഏതെല്ലാം അവസ്ഥയിൽ കൂടെ കടന്നുപോയി. കൃഷ്ണൻ പരിതപിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കൃഷ്ണൻ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണ് ഓരോന്നിനെ അഭിമുഖീകരിക്കുന്നത്. ഗാന്ധാരി ശപിക്കുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, നീ ഇതുപോലെ 100 മക്കളെ, നീ നിന്റെ കുടുംബം ഇതുപോലെ നശിക്കുന്നു. ആൾറെഡി ഇതൊക്കെ എഴുതപ്പെട്ടതാ. അത് കൃഷ്ണൻ പറയുന്നു. അതാ നമ്മളെ ശപിക്കുമ്പോഴും നമ്മളെ ശപിക്കുമ്പോൾ നമ്മൾ ചിരിക്കൂ. ആരെങ്കിലും നമ്മളെ ശപിക്കുന്നിരിക്കട്ടെ, നമ്മളെ കേക്കെ, നീ നശിച്ചു പോട്ടെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം വരുമോ? പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ നമുക്കിത് ചിരിക്കാൻ തോന്നും. ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോഴേ എന്താ അർത്ഥശൂന്യത ഇല്ലയോ? നീ നശിച്ചു പോട്ടെ, ശാപവാക്കുകൾ, നമ്മൾ ഇതൊക്കെ നമ്മുടെ ഈ ഭൗതികത്തിൽ കടന്ന് നമ്മളെ ഉണ്ടാക്കുന്ന നമ്മുടെ തെറ്റിദ്ധാരണകളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ പ്രശ്നങ്ങളെയെല്ലാം മന്ദഹാസത്തോടെ ഉന്മേഷത്തോടെ നേരിടണം. അതുകൊണ്ടാണ് ശോകമോഹകുലനായ അർജുനന്റെ ദൈന്യഭാവം കണ്ടപ്പോൾ ഉന്മേഷവും ഉത്സാഹവും ഉത്തേജിപ്പിച്ച് കർത്തവ്യ നിർവഹണത്തിൽ അയാളെ സഹായിക്കാൻ കൃഷ്ണൻ ഒരുങ്ങിയത്. വെറുമൊരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാലും ഇക്കാര്യത്തിൽ ദുഃഖത്തിന് അവകാശമില്ല എന്ന് അടുത്ത ശ്ലോകം വ്യക്തമാക്കുന്നു.
അടുത്തുകൊണ്ട് വായിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ഇത് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല എന്നല്ലേ പറയുന്നത് ആത്മാവിനെ. മനസ്സുകൊണ്ടും പറ്റത്തില്ല, ബുദ്ധി കൊണ്ടും ഗ്രഹിക്കാൻ പറ്റത്തില്ല. അഗ്രാഹ്യം, ഗ്രഹിക്കാൻ അചിന്ത്യം. പറ്റുന്നില്ലെന്നല്ല, അനുഭവിക്കാൻ എനിക്ക് എന്റെ അറിവിൽ കൂടെ എനിക്ക് ഇതിൽ ഈ ആത്മസാക്ഷാത്കാരത്തിൽ വരാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാന് ഈ സത്യങ്ങൾ, ഞാൻ എല്ലാം ഗീത പഠിച്ചു, ഞാൻ ബുക്കുകളെല്ലാം ആത്മീയമായിട്ടുള്ള ഈ ഉപനിഷത്തുകള്, ഞാൻ ഇങ്ങനെ ഇതിവിടെ എത്രയോ ഗ്രന്ഥങ്ങളുണ്ട് നമുക്ക്. ഞാൻ ഇത് വിട്ട് ഈ അടുത്ത ഓരോ ബുക്കുകളും ഞാൻ ഈ അറിവിനെ കൂട്ടിക്കൊണ്ടിരിക്കുമെന്നിരിക്കട്ടെ, ഈ അറിവിനെ കൂട്ടി കൂട്ടി എനിക്ക് മോക്ഷത്തിലോട്ട് പോകാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും സാധിക്കത്തില്ല. കാരണം അല്ല, ഇതിന്റെ ഇങ്ങനെ അറിവിന്റെ തലത്തിൽ മാത്രം നിൽക്കുന്നു, അതെ, പരിശീലനമില്ല. അറിവാണ്. എന്റെ അല്ല, മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ അറിയുന്നു, ഉം, പക്ഷെ അത് അനുഭവമല്ലല്ലോ. അല്ല, ആ അനുഭവം വരണമെന്നുണ്ടെങ്കിലോ അനുഭവം. അറിവ് കൂട്ടിന്ന് വെച്ചുകൊണ്ട് അനുഭവം വരുമോ? ഇല്ല. അപ്പൊ ഈ നമ്മൾ അറിഞ്ഞതിനെ പരിശീലിക്കണം. അല്ല, ഈ പരിശീലിക്കണം. നമുക്കൊരു സാധനത്തിനെ അനുഭവിക്കുന്ന പോലെ ആത്മാവിനെ അനുഭവിക്കാൻ പറ്റുമോ? ആത്മാവല്ലേ അങ്ങനെ പറ്റുമോ? ആത്മാവിനെ അനുഭവിക്കാൻ പറ്റുമോ? ആത്മാവിനെ അനുഭവിക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ ചോദിക്കാം, മധുരത്തിനെ നിനക്ക് മനസ്സിലാക്കി തരാൻ പറ്റുമോ? മധുരത്തിനെ അനുഭവിക്കാനല്ലേ പറ്റൂ. ഉം. അതുപോലെ അതുപോലെ അനുഭവിക്കാൻ പറ്റുമെന്നാണ് ഈശ്വരന്റെ പറയുന്നത്. അനുഭവമാണ് എനിക്ക്, അല്ലാതെ ഈശ്വരനെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റൂ. എന്റെ ബുദ്ധിയിൽ ഈശ്വരൻ എങ്ങനെ ഇരിക്കുന്നെന്ന്, ഈശ്വരൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഈശ്വരനെ കുറിച്ച് അറിവില്ലാത്തപ്പോ നമ്മുടെ ഇതൊക്കെ പഠിക്കുന്നതിൻ്റെയൊക്കെ അറിയുന്നു. ഒരാൾ ഇത് ഈശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് ആർക്കെങ്കിലും ഒരു ഒരു കഥയുണ്ട്. ഒരു ശിഷ്യൻ ഇങ്ങനെ, ശിഷ്യൻ അതിന്റെ ഏതോ ഒരു പേരൊക്കെ ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് ഈശ്വരനെ കാണണം. നീ നാളെ വാ, കാണിച്ചു തരാം. അപ്പൊ ചോദിക്ക് വരുമ്പോ നിന്റെ ഏത് ഈശ്വരനെയാ കാണിച്ചു തരണ്ടേ? നീ നീ ഈശ്വരനെ കുറിച്ച് നിനക്ക് ഏതോ ഏത് ഈശ്വരനാ കാണിച്ചു തരണ്ടേ? അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അവന് കൺഫ്യൂഷൻ. ശരി, ഞാൻ ഏത് ഈശ്വരനെ എനിക്ക് കാണണ്ടേ? അപ്പൊ അവന് കൺഫ്യൂഷൻ. അതാ പറഞ്ഞേ, ഇപ്പൊ നമുക്ക് ഏത് ഈശ്വരനെ അറിയണ്ടേ? ഓരോരുത്തരും ഓരോ സങ്കല്പങ്ങളിൽ ഇരിക്കുക. ഇതാണോ ഈശ്വരൻ? എന്റെ അനുഭവത്തിനെ എങ്ങനെ അതാ പറഞ്ഞു, നമുക്ക് ഈ അനുഭവത്തിനെ, ഈ മധുരത്തിനെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റൂ. മധുരത്തിനെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റൂ. മധുരം അനുഭവിച്ച ഒരാൾക്ക് അതിനെക്കുറിച്ച് ഓർക്കാം, അനുഭവത്തിൽ വന്നതാണെങ്കിൽ. തീയിൽ തൊട്ടാ പൊള്ളുമെന്നുള്ളത് എൻ്റെ അനുഭവമാണ്. അതുപോലെ എനിക്ക് ഈശ്വരനെ എനിക്ക് അറിയാം, അല്ലാതെ എൻ്റെ ബുദ്ധിയിൽ അറിയാൻ പറ്റത്തില്ല. തീയിൽ തൊട്ടാ പൊള്ളുമെന്ന് അറിയാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ മധുരം കഴിക്കാത്ത ഒരാൾക്ക് മധുരത്തിനെ കുറിച്ച് ഉള്ള അനുഭവം ഉണ്ടാവുമോ? അതുകൊണ്ടാണ് ഈ ആത്മസാക്ഷാത്കാരം കിട്ടി ഈ അനുഭവത്തിലോട്ട് വന്നവർ പിന്നെ വേറൊരു അനുഭവത്തിലോട്ട് മാറിപ്പോകത്തില്ല. അതാ അനുഭവമാണ്. സുഖവും ദുഃഖവും ഒക്കെ അനുഭവമായിട്ട് വന്നും പോയി ഇരിക്കുമല്ലേ അനുഭവം എന്ന് പറയുന്നത്. അതെ, പക്ഷെ ഈ ആത്മാവിനെ അറിഞ്ഞവർക്ക് പിന്നെ ഒരു തിരിച്ച് സുഖവും അങ്ങനെ അതെ. ഒരു സ്റ്റാറ്റിക് സ്റ്റേറ്റ്. ഈശ്വരനെ അറിയുന്ന അവസ്ഥ ഏതാ? ഒരു സുഖാവസ്ഥ. അത് ആനന്ദാവസ്ഥയാ. എന്തുവാ ആനന്ദം? നമ്മൾ ചിരിക്കുന്ന അവസ്ഥയാണോ? ആനന്ദമല്ല. നമ്മുടെ മൈൻഡിന്റെ നിശ്ചലാവസ്ഥയാണ് ആനന്ദം. നിശ്ചലമായിരിക്കുന്നത്, എനിക്ക് സ്വസ്ഥമാണ്. നമ്മൾ സ്വസ്ഥമായി സുഖമായി ഉറങ്ങിയെന്ന് പറയുന്നു. ആ സുഖമായി ഉറങ്ങുമ്പോൾ ആ സുഖം ഞാൻ എന്തുവായിരുന്നു, നമ്മൾ പറയത്തില്ലേ സുഖമായി ഉറങ്ങി. എന്തുകൊണ്ടാ നല്ലൊരു സുഖമായി ഉറങ്ങിയെന്ന്? അത് ഏത് സുഖത്തിനെ കുറിച്ചാ പറയുന്നത്? ഞാനൊരു മധുരപലഹാരം കഴിച്ചപ്പോൾ നല്ല സുഖമായിരുന്നു, അല്ലെങ്കിൽ സിനിമ കണ്ടപ്പോൾ നല്ല സുഖമായി, നല്ലൊരു സിനിമയായിരുന്നു, ഞാൻ അറിഞ്ഞതേ ഇല്ല. 3 മണിക്കൂർ പോയി, നല്ല 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 അല്ലെങ്കിൽ ഒരു പാട്ട് കൊണ്ടു ഭയങ്കര, എനിക്കെല്ലാം സുഖാവസ്ഥയാ. പക്ഷെ ഈ ഉറക്കത്തിലുള്ള സുഖം ഏത് സുഖമായിരുന്നു? തിരിച്ചുണരുമ്പോഴല്ലേ ആ സുഖം അതെ, തിരിച്ചുണരുമ്പോ നമ്മൾ ഉണ്ടായിരുന്നു. പറയുന്നില്ലേ, ഞാൻ സുഖമായി ഉറങ്ങിയെന്ന്. നമ്മൾക്ക് ഒരു അനുഭവം എനിക്ക് എന്തുകൊണ്ടാ പറഞ്ഞു? ചുമ്മാ പറയുവാണോ? അല്ലല്ലോ. ഏതോ അതിനെയാണ് ആനന്ദ. അത് എപ്പോഴാ ഈ ഡീപ് സ്ലീപ്പിൽ നമുക്ക് കിട്ടുന്ന സുഖം എവിടുന്ന് കിട്ടുന്നതാ? ആത്മാവ്. എങ്ങനെ ആത്മാവ്? പരമാത്മ ചൈതന്യത്തിൽ. ആ ഉറക്കത്തിൽ ആ ഉറക്കത്തിൽ ശരീരവും മനസ്സും ബുദ്ധിയും ഇല്ല. കാരണം ശരീരം മാത്രം ഇരിക്കുന്നു. എവിടെ ഇരിക്കുന്നു? ഈ ഈശ്വരനോട് ചേർന്നിരിക്കുന്നു. ഇത് ഇടയിലുള്ള എന്ത് മാത്രമാ? ഞാനെന്ന ജീവാത്മാവ്
ചൈതന്യമായിട്ട് ചേർന്നിരിക്കുക. പക്ഷെ ഈ ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും ഇടയ്ക്ക് എന്തുകൊണ്ടായിരുന്നു ഉറക്കത്തില്ലേ? മനസ് മനസ്സ് പോയി. മനസ്സും ഇല്ലോ, മനസ്സുണ്ടോ? മനസ്സും ഇല്ല, ബുദ്ധിയും ഇല്ല, മനസ്സ് ശരീരവും പോയി. ഇല്ല. മനസ്സ് പോയി. ആ. ഇതിന്റെ മൂന്നിന്റെ ബോധം വാസന. എനിക്കില്ല. പക്ഷെ ഉം. ഞാൻ ഉണർന്നു കഴിയുമ്പോൾ ഞാൻ പറയുന്നു സുഖമായിട്ട് ഉറങ്ങി. ആരാ ഉറങ്ങിയത്? ഞാനാ ഉറങ്ങിയത്. ഈ ശരീരം ഉറങ്ങിയ കാര്യമോ എന്ന് പറയുന്നത്, മനസ്സുറങ്ങിയ കാര്യമോ എന്ന് പറയുന്നത്, ബുദ്ധി ഉറങ്ങിയ കാര്യമോ എന്ന് പറയുന്നത് അല്ല. ഈ ജീവാത്മാവിന് സുഖം കിട്ടി. അവിടെ ഈ ശരീരത്തിന്റെ ബോധമില്ലായിരുന്നു, മനസ്സിന്റെ ബോധമില്ലായിരുന്നു, ചിന്തയുടെ ബോധമില്ലായിരുന്നു, അല്ല ബുദ്ധിയുടെ ബോധമില്ലായിരുന്നു. പക്ഷെ ഈ ജീവാത്മാവ്, ഞാൻ എന്നാണ് ജീവാത്മാവ് അറിയുന്നു ഞാൻ സുഖമായി ഉറങ്ങിയെന്ന്. ആ സുഖം എവിടുന്ന് കിട്ടി എനിക്ക്? ഞാൻ എന്ന ജീവാത്മാവും ഞാൻ പരമാത്മ ചൈതന്യത്തിനോട് ചേർന്നിരുന്നപ്പോ കിട്ടിയ ഒരു സുഖമാ. പക്ഷെ എനിക്കെന്താ മൊത്തത്തിൽ കിട്ടാഞ്ഞേ? ഇടയ്ക്കൊരു മറയുണ്ടായിരുന്നു, എന്റെ വാസന, കാരണ ശരീരം ഉണ്ടായിരുന്നു. ഈ വാസനയിൽ ഞാൻ ഈ സുഷുപ്തിയില്, അവിടെ സ്വപ്നാവസ്ഥയില്ല. സ്വപ്നം വെച്ചാൽ മയക്കമാണ്. അവിടെ ഞാൻ എന്റെ സൂക്ഷ്മ ശരീരം, മനസ്സിങ്ങനെ ഞാൻ അനുഭവങ്ങൾ അനുഭവിക്കുകയാണ്. ഈ ശരീരം കൊണ്ടല്ല, ഈ ശരീരത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല. എനിക്ക് ഈ ജീവാത്മാവിന് ഈ ശരീരം ഇല്ലാതെ ഈ ജീവാത്മാവിന് അനുഭവമുണ്ട്. നമ്മുടെ മരണശേഷം ഈ ശരീരം, അതാണ് അതിന്റെ പ്രൂഫ്. ഈ ശരീരം ഇല്ലെങ്കിലും ജീവാത്മാവിന് അനുഭവമുണ്ട്. നമ്മൾ ഈ ശരീരം വിട്ടാലും ഈ ജീവാത്മാവിന് ഈ ശരീരം കൊണ്ട് എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ അതെല്ലാം അനുഭവിച്ചിട്ടിരിക്കും. അതൊരു ജഡവസ്തുവല്ല. ജീവാത്മാവ് ഒരു ജഡവസ്തുവല്ല, ശരീരം ജഡമാണ്. ചൈതന്യം ഈ ശരീരത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഈ ചൈതന്യത്തിലാണ് ഈ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും ഒഴുകിപ്പോകുന്നത്. ആ ജീവാത്മാവിന് അനുഭവമുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുമല്ലോ, ഗതി കിട്ട പ്രേതങ്ങൾ എന്ന് പറയത്തില്ലേ? ആത്മാവിന് ഗതി കിട്ടത്തില്ല. ശരീരം വിട്ടാൽ പോലും ആ ആത്മാവിന് സ്വസ്ഥതയില്ല. ദുന്ദുകാരിയുടെ കഥ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഭാഗവത മാഹാത്മ്യത്തില് ദുന്ദുകാരി ഇങ്ങനെ വളരെ ദുഷ്ടനായിട്ട് അലഞ്ഞ ആ മകൻ മരിച്ചു കഴിയുമ്പോഴേ ഭാര്യമാരെല്ലാം കൊല്ലും അവനെ. അവനിങ്ങനെ ആ സ്വസ്ഥതയ്ക്ക് വേണ്ടി അലയുകയാണ്. സ്വസ്ഥതയില്ലാതെ അലയുന്ന ഒരു പ്രേതമായിട്ട്. അപ്പൊ ഈ ജീവാത്മാവിന് ശരീരമില്ലെങ്കിലും അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെന്ത് വിചാരിക്കുന്നത്? എങ്ങനെയെങ്കിലും അങ്ങ് മരിച്ചു പോയാൽ മതി, അവിടെ തീരുന്നു നമ്മുടെ വിചാരം. എങ്ങനെയെങ്കിലും സ്വസ്ഥമായിട്ട് അല്ല, വലിയൊരു പ്രശ്നമില്ലാതൊക്കെ നമ്മൾ വലിയ കഷ്ടപ്പെടാതെ അങ്ങ് മരിക്കണം എന്നാണ് നമ്മുടെ ചിന്ത. അവിടെ കൊണ്ട് ഞാൻ തീരുന്നു എന്ന് നമ്മുടെ ഒരു വിചാരമാണ്. എൻ്റെ അവസാനം അതല്ല. ഞാൻ ഈ വാസന ഇങ്ങനെ ഞാൻ ഒരു ഭാണ്ഡം ഇരിക്കുന്നതോറും ആ വാസനകളും ചുമന്ന് അതിൻ്റെ അനുഭവങ്ങളും ഞാൻ ഇങ്ങനെ അലയണം വേറൊരു ശരീരം എടുക്കുന്നതിന് വേണ്ടി. ഈ സഞ്ചിത കർമ്മമാണ്. ഈ സഞ്ചിത കർമ്മം ഞാൻ ആവശ്യമില്ലാത്തെല്ലാം കൂട്ടിയാലോ അതുപോലെ ഒരു ജന്മത്തിൽ, അതുപോലെ സിറ്റുവേഷനിൽ, അതുപോലെ അച്ഛനും അമ്മയ്ക്കും പോയി ഞാൻ പിറക്കും. അപ്പം ഇതൊക്കെ വളരെ പരമാർത്ഥമായിട്ടുള്ള സത്യങ്ങൾ, ആരെയും പേടിപ്പിക്കുന്ന സത്യങ്ങളല്ലത്. നമ്മൾ ഇതിനെയൊക്കെ ഉൾക്കൊണ്ടാൽ നമ്മുടെ കർമ്മങ്ങളെ നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റും. സമയായോ? 9:40. 1 മിനിറ്റേ ഉള്ളൂ. ഉം. 27 വായിച്ചില്ല, അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഇത് ശരിക്കും വായിക്കുക, ശരിക്കും ചിന്തിക്കുക. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ശരിക്കും ചിന്തിക്കുക. സ്വയം പഠിച്ചാലേ നമുക്കിത് മനസ്സിലാവത്തുള്ളൂ. ആർക്കും പറഞ്ഞ് നമുക്ക് പിന്നെ ജസ്റ്റ് ഒരു ഗൈഡൻസ് പോലെ. പക്ഷേ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ സ്വയം മനനം ചെയ്തേ പറ്റൂ. ശരി, നമുക്ക് നാളെ കാണാം. ശരി.